നമുക്ക് നെയ്ച്ചോറൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എന്നിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിലായാലും വേഗം തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റും. തലേന്നത്തെ നെയ്ച്ചോറൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയല്ല ഓയിലാണ് കേട്ടോ എടുക്കേണ്ടത്. അതിലോട്ടൊരു 8-10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ വെജീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയൊരു ക്യാരറ്റ്, കുറച്ച് ബീൻസ് പിന്നെ കുറച്ച് ക്യാബേജൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഈ ഒരു പാനിൽ തന്നെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മുട്ടൻ്റെയൊക്കെ അളവ് നിങ്ങൾ എടുക്കുന്ന ചോറിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്ര നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഞാൻ കുറച്ച് അളവ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തേ. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണോളം സോയാ സോസും അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ച് ഞാൻ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള നെയ്ച്ചോറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി സ്പ്രിംഗ് ഒനിയനും അതുപോലെ തന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ എൻ്റെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ കുറച്ച് ഗീയും കൂടി അതിൻ്റെ മുകളിൽ, ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആകും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ചേർക്കലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്